അവരെത്തി. വേഗം വാ ഉണ്ണീട്ടാ, അവരെത്തി. വേഗം വാ, വേഗം വാ. ഞങ്ങളൊന്ന് നടക്കാൻ പോവാ. നീ വരുന്നുണ്ടോ ലക്ഷ്മി? ഞാൻ ഈ സമയത്ത് നടക്കാൻ പോറില്ലല്ലോ. ഓ, ആര് പറഞ്ഞോ പോവാറില്ലാന്ന്? നീ എന്റെ കൂടെ വരുമായിരുന്നല്ലോ തടി കുറയ്ക്കാനായിട്ട്. മഹി, തനിക്ക് നടക്കാൻ പോണെങ്കിൽ പൊയ്ക്കോ. എനിക്കതിന് കഴിയില്ലല്ലോ. ഞാൻ പോകുന്നില്ല കണ്ണേട്ടാ, നിങ്ങൾ പൊക്കോ. ഓക്കെ. നടന്നിട്ട് കുറേയായി, അതുകൊണ്ട് കാലിനൊക്കെ ഭയങ്കര വേദന. ഇത്തരം എക്സർസൈസ് ഒക്കെ ഗ്രൗണ്ടിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ ബാബാ, നമുക്ക് ഗ്രൗണ്ടിൽ പോവാം. നടക്കങ്ങോട്ട്. ഞങ്ങളങ്ങോട്ട് നടന്നിട്ട് വരാം കേട്ടാ. വരാൻ വാ ഇങ്ങോട്ട്. എന്റെ കാലിന് സ്വാധീനമില്ലല്ലോ, അതെന്നെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ്. അങ്ങനൊന്നും കരുതണ്ട കണ്ണേട്ടാ. അങ്ങനെ തന്നെ കരുതണം. എന്റെ പോരായ്മ എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ തന്റെ അനിയത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നുവെച്ചാ ഇവിടെ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഞാൻ തന്നെ പുറത്താക്കില്ലല്ലോ. അതിന്റെ ദേഷ്യം അനിയത്തിക്ക്. വാ ഇങ്ങോട്ട്. എന്താ? കണ്ണേട്ടനെ ഏട്ടത്തെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയാണ് നീ എന്നെയും കൂട്ടി ഈ വേഷ്ടി പോകുന്നത്. അതായിക്കോട്ടെ, പക്ഷെ കണ്ണേന്റെ മുമ്പ് വെച്ച് നീ എന്തിനാണ് ഏട്ടന് ഫീൽ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചത്? ഞാനൊന്നും സംസാരിച്ചില്ലല്ലോ. കാലിന് സ്വാധീനം ഇല്ലെങ്കിലും തലച്ചോറുള്ളതുകൊണ്ടേ എന്നെ ഇടയ്ക്കിടയ്ക്ക് അയാൾ കൊച്ചാക്കുന്നുണ്ട്. അപ്പോ നമ്മളും വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? ഏട്ടനിത് ഏതർത്ഥത്തിൽ എടുക്കാന്നറിയില്ല. എങ്ങനെ വേണേലും എടുത്തോട്ടെ. ഇനിയിപ്പോ അയാളുടെ പോരായ്മയിൽ പിടിച്ചു കയറാനാ എന്റെ ശ്രമം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.